സമാധാനം എന്നത് സംഘർഷമില്ലാത്ത അവസ്ഥയല്ല, അല്ലെങ്കിൽ ഒരു വേദന എൻ്റെ ജീവിതത്തിലില്ല, എനിക്കൊരു കുഴപ്പമില്ല, അപ്പോഴല്ല സമാധാനം എന്ന് പറയുന്നത്. സമാധാനം എന്ന് പറയുക ഈ സംഘർഷങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അതിനെ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവിനെയാണ്. അങ്ങനെ ഒരു കഴിവ് എനിക്കുണ്ട്. ആ കഴിവ് കിട്ടണമെങ്കിൽ ഞാൻ വിശുദ്ധ കുർബാനയോട് ചേർന്നിരിക്കണം. ലോകത്തിന് ജീവൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകും. ഈ ശരീരത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ മദർ തെരേസ പറയുന്നത്, പ്രഭാതത്തിൽ ആ ദിവികാനത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളും വേദനകളും എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഞാൻ തടസ്സപ്പെട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചാൽ മതി, വിശുദ്ധ കുർബാനയോട് ചേരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയായി നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രഭാതത്തിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തോട് സംസാരിച്ചിട്ട് വേണം ഇറങ്ങാൻ. അല്ലാതെ നമ്മൾ ഇറങ്ങരുത്, ഒരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കരുത്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തട്ടിത്തടഞ്ഞ് വീഴും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സമാധാനമില്ലാതെയാവും. ദൈവത്തോട് ചേർന്ന് കടന്നു പോകുന്ന വ്യക്തിക്ക് തടസ്സങ്ങളുണ്ടായാലും അതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ കർത്താവ് തന്നെ ശക്തി നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിൻ്റെ ജീവൻ എൻ്റെ ശരീരമാണ്. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.